നമസ്കാരം. ഗാസയിൽ നിന്ന് ഏതാണ്ട് 153ഓളം ഫലസ്തീൻ പൗരന്മാരെ വഹിച്ചുകൊണ്ടുള്ള ഒരു ചാർട്ടേഡ് വിമാനം കഴിഞ്ഞ ദിവസം ദക്ഷിണാഫ്രിക്കയിൽ ഇറങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും അതിൻ്റെ ദുരൂഹത മാറുന്നില്ല. ഇതൊരു ചാർട്ടേഡ് വിമാനമായിരുന്നു. 153 യാത്രക്കാരുമായി ദക്ഷിണാഫ്രിക്കയിലെ ഓർ താംബോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഈ വിമാനം വന്നിറങ്ങിയായിരുന്നു. ഇതിൽ വളരെ വിചിത്രമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ വിമാനത്തിലെ യാത്രക്കാരുടെ പാസ്പോർട്ടുകളെല്ലാം തന്നെ സാധുവായത് തന്നെയായിരുന്നു. പക്ഷേ അതിലൊന്നും തന്നെ വിമാനത്തിൽ കയറുന്ന നേരത്തുള്ള ഡിപ്പാർച്ചർ സ്റ്റാമ്പ് പതിപ്പിച്ചിരുന്നില്ല. ഇവർ എങ്ങോട്ടാണ് പോകുന്നത്, എന്താണ് ഇവരുടെ ലക്ഷ്യം, ആരാണ് ഇവരെ ഇങ്ങോട്ട് അയച്ചത് എന്നുള്ള സംബന്ധിച്ചൊക്കെ തന്നെ ഈ യാത്രക്കാർ പരസ്പര വിരുദ്ധമായാണ് സംസാരിച്ചത്. ഏതാണ്ട് 10 മണിക്കൂറോളം ഇവരെ വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങാനും അധികൃതർ അനുവദിച്ചിരുന്നില്ല. പിന്നീട് ദക്ഷിണാഫ്രിക്കയിലെ തന്നെ ഗിഫ്റ്റ് ഓഫ് ദ ഗിവേഴ്സ് എന്ന് പറയുന്ന ഒരു സന്നദ്ധ സംഘടന മുന്നോട്ടെത്തി ഇവർക്ക് ഒരു മാനുഷിക പരിഗണന നൽകണം, ഞങ്ങൾ ഭക്ഷണം കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് എത്തിയെങ്കിലും ആദ്യഘട്ടത്തിൽ ഭക്ഷണം കൊടുക്കാൻ പോലും വിമാനത്താവള അധികൃതർ വിസമ്മതിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. കെനിയൻ തലസ്ഥാനമായ നെയ്റോബി വഴിയാണ് ഇവർ ഗാസയിൽ നിന്ന് ഇവിടേക്ക് പുറപ്പെട്ടത്. ഗാസയിലെ ക്രോസിങ്ങൾ നിയന്ത്രിക്കുന്ന ഇസ്രായേലിൻ്റെ കൊഗാറ്റ് എന്ന സൈനിക വിഭാഗം പറയുന്നത് മൂന്നാമതൊരു രാജ്യത്തേക്ക് ഇവർക്ക് സന്ദർശനാനുമതി ലഭിച്ചതിനെ തുടർന്ന് തങ്ങൾ പോകാൻ അനുവദിച്ചു എന്നാണ്. എന്നാൽ ഇത് ഏത് രാജ്യത്തേക്കാണ് എന്നുള്ള കാര്യവും ഇനിയും വ്യക്തമല്ല. ശരിക്കും ഈ വിമാനത്തിലെത്തിയ ചില ആളുകൾക്ക് ഏത് രാജ്യത്തേക്ക് പോകണം എന്നുള്ളത് പോലും അറിയില്ലായിരുന്നു. മറ്റു ചിലർക്കാണെങ്കിൽ ചില രാജ്യങ്ങളിലേക്ക് അവർക്ക് വിസ ശരിയാകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ആളുകളെ അതേത് രാജ്യത്തേക്ക് വിട്ടയക്കുകയായിരുന്നു. എന്നാൽ ഈ അവശേഷിച്ച ആളുകൾ ഇനി എങ്ങോട്ട് പോകുമെന്നുള്ള ആശങ്കയിലാണ്. ഏതായാലും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് റമോസ പറയുന്നത് തൽക്കാലത്തേക്ക് ഇവരെ ഞങ്ങളിവിടെ തന്നെ താമസിപ്പിക്കും എന്നാണ്. കാരണം ഗാസയിലെ അതിഭീകരമായ അവസ്ഥയെ നേരിട്ടുകൊണ്ടാണ് ഇവർ ഇങ്ങോട്ട് എത്തിയത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാം, ഒരു 3 മാസത്തേക്ക് അവരവിടെ താമസിപ്പിക്കാനുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഒരുക്കാം. ഇവർക്ക് മതിയായ രേഖകളൊന്നും തന്നെ ഇവരുടെ കയ്യിലില്ലെങ്കിൽ പോലും സാധുവായ പാസ്പോർട്ട് എല്ലാവരുടെയും കയ്യിലുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഏതായാലും ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട്. ഇവരെ ആരാണ് ഇങ്ങോട്ട് കടത്തിവിട്ടത്? ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ഇപ്പോൾ പറയുന്നത് ഏതോ ഒരു അജ്ഞാത സംഘടന ഇവരുടെ കയ്യിൽ നിന്നെല്ലാം പണം വാങ്ങിക്കൊണ്ടാണ് ഈ വിമാനത്തിൽ കയറ്റി വിട്ടത് എന്നും ഇവർ അവിടെ നിന്ന് തൽക്കാലം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഒരു ധാരണയിൽ കാശ് കൊടുത്ത് ഇതിൽ കയറി വന്നു എന്നുമാണ്. ഈ വിമാനം ആരാണ് ചാർട്ടർ ചെയ്തത്, എന്താണ് ഇവരുടെ ലക്ഷ്യം എന്നൊക്കെ നിരവധി ചോദ്യങ്ങൾ ഇവിടെ ഉയരുന്നുണ്ട്. ഇവിടെ പ്രസക്തമായ മറ്റൊരു പ്രധാന കാര്യമുള്ളത് ദക്ഷിണാഫ്രിക്കയും ഇസ്രായേലും തമ്മിലുള്ള മോശമായ ബന്ധമാണ്. എല്ലാ കാലത്തും ഫലസ്തീൻ രാഷ്ട്രം രൂപീകരിക്കുന്നതിന് 100% അനുകൂലിച്ചിട്ടുള്ള രാജ്യമാണ് ദക്ഷിണാഫ്രിക്ക. അവിടെ നെൽസൺ മണ്ടേല പ്രസിഡൻ്റായിരുന്ന സമയത്ത് തന്നെ അദ്ദേഹം അതിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നെ ഗാസയിൽ നടക്കുന്നത് അല്ലെങ്കിൽ ഇസ്രായേലിൽ നടത്തുന്നതൊക്കെ തന്നെ മനുഷ്യക്കുരുതിയാണെന്നും മറ്റും ദക്ഷിണാഫ്രിക്ക നിരന്തരം കുറ്റപ്പെടുത്തിയിരുന്നു. അതിൻ്റെ ഭാഗമായി അവർ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ കേസ് കൊടുത്തിരുന്നു. ദക്ഷിണാഫ്രിക്ക മാത്രമാണ് ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ കേസിന് പോയത്. ആ രാജ്യത്തെ സർക്കാരിന് മാത്രമല്ല, പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ പേരിലുമൊക്കെ തന്നെ അവർ അന്താരാഷ്ട്ര കോടതിയിൽ കേസ് കൊടുത്തിരുന്നു. അതിൻ്റെ ഫലമായി ഈ 2 രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വളരെ മോശമായ അവസ്ഥയിലാണ് തുടരുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് മനഃപൂർവ്വം പണിയെടുക്കാൻ വേണ്ടി ഇസ്രായേൽ ആണോ ഇത് ചെയ്തത് എന്ന് ഇപ്പോൾ സ്വാഭാവികമായും സംശയിക്കുന്നുണ്ട്. ദക്ഷിണാഫ്രിക്കയുടെ സർക്കാരും ഇത്തരത്തിൽ ചില കാര്യങ്ങൾ സംശയിക്കുന്നുണ്ട്. കാരണം ഇസ്രായേലിൻ്റെ ഒരു പൂർണ്ണമായ നിയന്ത്രണം ഇപ്പോഴും ഗാസയിലുണ്ട്. ഇസ്രായേൽ സർക്കാരോ അവിടുത്തെ സൈന്യമോ അധികൃതരോ അറിയാതെ ഇത്തരത്തിലുള്ള വിമാനത്തിന് ഒരിക്കലും അവിടെ നിന്ന് പുറപ്പെടാൻ അല്ലെങ്കിൽ മറ്റു രാജ്യത്തേക്ക് പോകാൻ കഴിയുകയില്ല. ഗാസയിലെ ഓരോ ചലനങ്ങളും ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ നിരീക്ഷണത്തിലാണ്. അവരുടെ ഡ്രോണുകളുണ്ട്, അവരുടെ ഉപഗ്രഹങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ വെച്ച് അവർ വളരെ കൃത്യമായി തന്നെയാണ് ഇവിടുത്തെ ആളുകളുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിക്കുന്നത്. അങ്ങനെയുള്ള അത്രയും സംവിധാനങ്ങളുള്ള ഒരു മേഖലയിൽ നിന്ന് എങ്ങനെയാണ് ഈ വിമാനം പറന്നു കയറുന്നത് എന്നുള്ളതാണ് ദക്ഷിണാഫ്രിക്കൻ അധികൃതർ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ചോദ്യം. അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഇസ്രായേലിൻ്റെ അല്ലെങ്കിൽ അവരുടെ ചാരസംഘടന മൊസാദിൻ്റെ ഒരു ഗൂഢാലോചന ഉണ്ടോ എന്ന് സ്വാഭാവികം സംശയിക്കേണ്ടി വരും. കാരണം ഇവിടെ നിന്നുള്ള കുറേ ആളുകളെ ദക്ഷിണാഫ്രിക്കയിൽ എത്തിച്ച് അവരെ വട്ടം ചുറ്റിക്കുക എന്നുള്ളത് തന്നെ ആയിരുന്നോ ഒരു പക്ഷേ ഇസ്രായേലിൻ്റെ ലക്ഷ്യം എന്നാണ് പലരും ഇപ്പോൾ സംശയം പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഇസ്രായേലിനെയും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദിനെയൊക്കെ സംബന്ധിച്ച് അവർക്ക് അതിവേഗം അതിദുരൂഹമായ രീതിയിൽ കാര്യങ്ങളെല്ലാം തന്നെ നീക്കാൻ കഴിയും. അവരുടെ ഓരോ പ്രവൃത്തിയും മറ്റാർക്കും തന്നെ നേരത്തെ മനസ്സിലാക്കാനും കഴിയുകയില്ലാത്ത ഒരു അത്രത്തോളം കഴിവ് അവർക്കുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്രായേൽ തന്നെ ഈ ഫലസ്തീൻ പൗരന്മാരെ ഈ ചാർട്ടേഡ് വിമാനത്തിൽ കയറ്റി അയച്ചതാണോ എന്നുള്ള സംശയം കൂടുതൽ ശക്തമാകുകയാണ്. ഒരു വിമാനം ചാർട്ടർ ചെയ്ത് യാത്ര ചെയ്യുമ്പോൾ അതിൽ നിരവധി ഔപചാരികതകൾ അവിടെ ഉണ്ട്. ഈ ഔപചാരികളൊക്കെ തന്നെ പാലിച്ചുകൊണ്ട് തന്നെയാണോ വിമാനം പുറപ്പെട്ടത്? ഈ വിമാനം ആദ്യം കെനിയൻ തലസ്ഥാനമായ നെയ്റോബിയിലെത്തിയിരിക്കുന്നു. നെയ്റോബിയിൽ നിന്നാണ് വിമാനം വീണ്ടും വരുന്നത്. ഇതിലെ യാത്രക്കാർക്ക് പോലും കൃത്യമായി തങ്ങൾ എവിടേക്കാണ് പോകുന്നതെന്ന് അറിയില്ല എന്നുള്ള ആ ഒരു വസ്തുത
ശരിക്കും ദക്ഷിണാഫ്രിക്കൻ അധികൃതരെയും ഞെട്ടിപ്പിച്ചിരിക്കുകയാണ്. ഈ 153 യാത്രക്കാരിൽ 23 പേർക്ക് മാത്രമാണ് മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ കഴിഞ്ഞത്. അതിനുള്ള രേഖകൾ അവരുടെ കൈവശം ഉണ്ടായിരുന്നുകൊണ്ടാണ് അവർക്ക് പോകാൻ കഴിഞ്ഞത്. ബാക്കിയുള്ളവർ ഇനിയുള്ള സമയം ദക്ഷിണാഫ്രിക്കയിൽ തന്നെ കഴിയേണ്ടിയും വരും. ഏതായാലും ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് പറയുന്നത് ഇവരെ ഞങ്ങൾ ഏതായാലും തൽക്കാലം മടക്കി അയക്കാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം അങ്ങേയറ്റം കലാപം നിറഞ്ഞ ഒരു അന്തരീക്ഷമാണ് ഇപ്പോൾ ഗാസയിലുള്ളത് എന്നാണ് ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് റമോസ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാവ മനുഷ്യരെ തിരികെ അങ്ങോട്ട് അയക്കാൻ ഞങ്ങൾക്ക് യാതൊരു താല്പര്യവുമില്ല. അവരുടെ കയ്യിൽ അത്യാവശ്യം രേഖകളൊക്കെ ഉണ്ട്. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവരെ ഇവിടെ താമസിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ പല സന്നദ്ധ സംഘടനകളും ഇവർക്ക് താമസ സൗകര്യവും ഭക്ഷണവും എല്ലാം ഒരുക്കാൻ തയ്യാറാണ്. ഈ ഒരു സന്ദർഭത്തിൽ ഇവരെ തൽക്കാലത്തേക്ക് സ്വന്തം രാജ്യത്തേക്ക് മടക്കി അയക്കുന്നില്ല എന്നുള്ള നിലപാടാണ് ദക്ഷിണാഫ്രിക്ക ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. ചില യാത്രക്കാരുടെ രേഖകളിൽ ഡിപ്പാർച്ചർ സ്റ്റാമ്പ്, റിട്ടേൺ ടിക്കറ്റുകൾ അല്ലെങ്കിൽ താമസ സൗകര്യം പോകുന്ന രാജ്യത്തെ ഇതൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഇവരെ 10 മണിക്കൂറോളം വിമാനത്താവളത്തിൽ തടഞ്ഞു വയ്ക്കാൻ കാരണമായതെന്നാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ വിമാനത്താവള അധികൃതരും പറയുന്നത്. ഏതായാലും സർക്കാർ കൂടി ഇടപെട്ടതോടുകൂടിയാണ് ഇവരെ തൽക്കാലത്തേക്ക് അവിടെ താമസിപ്പിക്കാൻ തീരുമാനിച്ചത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ തന്നെയാണ് ഇപ്പോൾ ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ഉത്തരവിട്ടിരിക്കുന്നത്. ഈ വിമാനം എങ്ങനെ ഗാസയിൽ നിന്ന് ദക്ഷിണാഫ്രിക്ക വരെ എത്തി എന്നുള്ള കാര്യം അന്വേഷണ വിധേയമാക്കണമെന്നും ഇതിൻ്റെ പിന്നിൽ വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുമാണ് ദക്ഷിണാഫ്രിക്കൻ സർക്കാർ ആരോപിക്കുന്നത്. തങ്ങൾക്ക് മനഃപൂർവ്വം ഇസ്രായേൽ പണി തന്നതാണ് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. ഏതായാലും ഇനിയുള്ള ദിവസങ്ങളിലും ഒരുപക്ഷെ ഇനിയും ദക്ഷിണാഫ്രിക്ക കൂടുതൽ നിയമ നടപടികളുമായി ഇസ്രായേലിനെതിരെ എത്തുമോ എന്നും സ്വാഭാവികമായി ഈ ഒരു അവസരത്തിൽ നമ്മൾ സംശയിക്കേണ്ടി വരും.